ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മോർണിംഗിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മുറ്റത്ത് ഒരുപാട് മണ്ണൊക്കെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട്. മുറ്റത്തിൻ്റെ പണിയും അതുപോലെ തന്നെ നമ്മളെ റോഡ് പണിയൊക്കെ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ മാറ്റി കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെറ്റലും ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ആദ്യം ഇട്ട മെറ്റലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ രാവിലെ തന്നെ നോനുമോക്കുള്ള ചോറ്റിക്ക് സ്കൂൾക്കും വേണ്ടിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് പൊരിച്ചതാണ് വെക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ നമുക്കൊന്ന് വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ആകുമ്പോൾ അങ്ങനെ കറി ആകുമ്പോൾ ആരും അങ്ങനെ ചിക്കൻ കഴിക്കൂല. അപ്പം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടൊന്ന് കറി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിലൂടെയാണ് ചോറ്റിന് വെള്ളം വെച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അത് നമ്മൾ ചോറ്റിൻ്റെ വെള്ളം കഞ്ഞിവെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുകയാണ്. അത് കഴിഞ്ഞതാ നമ്മളിതാ രാവിലത്തെ കടിക്കുള്ള മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന. രാവിലെ തന്നെ അരി അരച്ചിട്ട് ചുടുന്ന പത്തിരിയാണ് കേട്ടോ. അതിലേക്ക് ചിക്കൻ്റെ കറിയും ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മോളെ വിളിക്കാനും വേണ്ടിയിട്ട് പോയി. അവളെ വിളിച്ച് വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായിട്ടുണ്ട്. ഈ കടിയൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏകദേശം ലേറ്റ് ആവുമെന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ രാവിലെ എന്തായാലും നീച്ച് വന്ന് ഈ കടി ഉണ്ടാക്കി വരുമ്പോഴത്തേനും സമയം ഒരുപാട് നേരമാവും. കടിയെന്നല്ല, നമ്മൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവൾക്ക് രാവിലെ തന്നെ ചായയൊക്കെ കൊടുത്ത് തല ചീകി കൊടുക്കുകയാണ്. അപ്പോൾ ടി വിമ്മക്കാണ് അവളെ ശ്രദ്ധ ഫുള്ള്. അപ്പോൾ തല തിരിച്ചുമ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ തിരിയുക. പിന്നെ ദേഷ്യം പിടിച്ച് ഞാൻ ഓരോന്ന് പറയണുണ്ട്. അപ്പം അമർന്ന് നിന്നിട്ട് അപ്പോൾ പത്തിരിയൊക്കെ തിന്നിട്ടുണ്ട് ആൾ. അപ്പോൾ ഓള് പോവുകയാണ്. അവളെ വണ്ടി വന്നിട്ടുണ്ട്. കൈയേറ്റ് ടാറ്റൊക്കെ തന്നിട്ടാണ് പോണത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും ചായ വെക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാൻ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ. നമ്മളെ മുറ്റത്തേക്ക് വണ്ടി വരാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം അത് അവിടെ സാധനങ്ങളൊക്കെ കൊടുന്ന് ഇട്ടതുകൊണ്ടാണ് നമുക്ക് മുറ്റത്തേക്ക് വണ്ടി വരാത്തത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ.